ഹായ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐഫിക്സ് എന്ന കമ്പനിയുടെ F06 എന്ന് പറഞ്ഞൊരു മോഡലാണ്. സൈലൻറ്റ് മെഷീനാണിത്. OCA ലാമിനേഷൻ മെഷീനാണിത്. അത് നമ്മൾ അതായത് മെഷീൻ ആദ്യം ഓണാക്കുമ്പോഴേക്കും നമുക്ക് കാണിക്കുന്നത് കഴിഞ്ഞാൽ ലാംഗ്വേജ് സെലക്ഷനാണ്. നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ്. ഈ OCA ലാമിനേഷൻ മെഷീൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബബിൾ റിമൂവിങ്ങും പഞ്ചിങ്ങും, അതായത് ഓൾ ഇൻ വൺ ഓപ്ഷനാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഫാസ്റ്റ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പഞ്ചിങ് മാത്രമേ ഉള്ളൂ. പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫോമിങ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അതായത് ബബിൾ റിമൂവിങ്, അതായത് സപ്പോസ് നമ്മൾ ഒരു പ്രാവശ്യം ഡിസ്പ്ലേ വെച്ച് പഞ്ച് ചെയ്ത് ഓൾ ഇൻ വൺ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പം ബബിളുകളൊക്കെ റിമൂവ് ആകാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളതിന് വേണ്ടിയാണ് ആ ഓപ്ഷൻ. ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ വയ്ക്കാൻ പറ്റും, ഡീഫോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ എടുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അത് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് 9988 ആണ്. എൻ്റെ ബേസിക് പാസ്വേഡ് വരുന്നത് ഇതാണ്. വാക്വം ടൈം എന്ന് പറയുന്നത് 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എയർ അതിൻ്റെ അതൊന്ന് വലിച്ചെടുക്കാനുള്ള ടൈമാണ് വാക്വം ടൈം 30 സെക്കൻഡ്. പിന്നെ ട്രാക്ക് ടൈം എന്ന് പറയുമ്പോഴേക്കും ഡിസ്പ്ലേയും ടച്ചും കൂടെ പ്രസ് ചെയ്ത് 30 സെക്കൻഡ് ഇരിക്കും. അതാണ് ട്രാക്ക് ടൈം. ഡിഫോമിംഗ് എന്ന് പറയുമ്പോൾ ബബിൾ റിമൂവിങ്ങിൻ്റെ ഓപ്ഷനാണ്. 600 സെക്കൻഡാണ് അത് കിടക്കുന്നിരിക്കുന്നത്. മൊത്തം കൂടെ കൂട്ടി 600 10 മിനിറ്റ് 11 മിനിറ്റ് വരും. പിന്നെ ചിലപ്പോൾ ഒരു 11.5 മിനിറ്റ് അത്രയും വരെയാണ് ഇതിൻ്റെ സമയം എടുക്കുന്നത് റിട്ടേൺ അടിച്ചു കഴിഞ്ഞാൽ. ഇത് പിന്നെ മാനുവലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ബബിൾ റിമൂവിങ്ങിൻ്റെ മോണിറ്ററിങ് മീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ പഞ്ചിങ്ങിൻ്റെ മോണിറ്ററിങ് ഇത് മീറ്റർ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൺട്രോളറുണ്ട് ഇവിടെ. ഇതിൻ്റെ പവർ കൂട്ടാൻ, അതായത് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് പിന്നെ അപ്പോൾ വലത്തേക്ക് റൗണ്ട് ചെയ്യുവാണെങ്കിൽ പ്രഷർ കൂടും, ഇടത്തേക്കാണെങ്കിൽ പ്രഷർ കുറയും. ഇത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോക്കാണ്. അത് തുറന്നു നോക്കാം. അതായത് 10 ഇഞ്ച് ഡിസ്പ്ലേ വരെ നമുക്ക് ഇതിനകത്ത് വെക്കാമെന്നാണ്. ടാബിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാം. ജസ്റ്റ് ഒരു പ്രാവശ്യം വെച്ചാൽ അത് ഓൾ ഇൻ വൺ പർപ്പസ്. നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുകയോ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യണ്ട. ഒറ്റ പ്രാവശ്യം മെഷീനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ ഫിക്സിംഗ് ആണ്. നമുക്ക് ഒരെണ്ണം ഡെമോ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഏതൊക്കെയാണ് ഒരു ഡെമോ ഡിസ്പ്ലേ നമുക്കൊന്ന് വെച്ച് നോക്കാം. ഇത് ഹോണർ 7 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിപ്പോൾ ഒട്ടിച്ച് പരീക്ഷണം അതായത് സാമ്പിൾ നോക്കുന്നത്. ഇത് OCA ഓൾറെഡി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ ഗ്ലാസ് റിമൂവ് ചെയ്ത് OCA ഒട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് ഒട്ടിക്കാം, വെച്ച് നോക്കാം ഇതിൻ്റെ അത്. ബബിൾ ബോണ്ടിങ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് ഓണാക്കി കഴിയുമ്പോഴേക്കും ഈ ഇതിൽ വരും. പിന്നെ ഇതിൻ്റെ അത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. ഇതുണ്ടോ, സ്റ്റാർട്ട് കൊടുക്കും. ഇപ്പം സ്റ്റാർട്ടായിരിക്കുകയാണ്. അതായത് നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 സെക്കൻഡാണ്. 600 സെക്കൻഡ് ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അതപ്പം ബബിൾ റിമൂവിങ്ങിനാണ് 600 സെക്കൻഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 30 സെക്കൻഡ് പ്രസ്സിങ്ങിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 30 സെക്കൻഡ് എയർ അതിൻ്റെ അകത്ത് നിന്നും വലിച്ച് കളയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇവിടെ 11 മിനിറ്റ് ടൈമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. 11 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കംപ്ലീഷൻ ആകും. ഇപ്പം ഒരു സൗണ്ട് വന്നിട്ടുണ്ട്. അത് പ്രസ്സിങ്ങിൻ്റെ ടൈമാണിപ്പം. ഡിസ്പ്ലേ പ്രസ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പം ഞാനിപ്പോൾ പൗസ് ചെയ്യുകയാണ് വീഡിയോ. ഇനി അവസാനം ഒരു 11ാമത്തെ മിനിറ്റിൽ കാണിക്കാം.
ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 11 മിനിറ്റ് 30 സെക്കൻഡ് കൊണ്ട് സാധനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. ഫിലിം കുളിച്ച് ഉണ്ടോ, പക്ക പെർഫെക്ഷനാണ് ഇതിൻ്റെ. അതായത് ഒരു ബബിള് പോലും ഇല്ല ഇതിൻ്റെത്. ഈ മെഷീനിലെ ഫാസ്റ്റ് ഫില്ല് എന്താണ്, ഡീഫോമിങ് എന്താണെന്നുള്ളത് ഞാൻ ഒരു കോംബോ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഫാസ്റ്റ് ഫില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചിങ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം ആണ് ചെയ്യുന്നത്. ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇതുണ്ട്, ബബിളൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടില്ല. അത് രസമുണ്ടാവും. ഇത് നമ്മൾ മറ്റേ പഞ്ചിങ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി വെച്ചത് ഡീഫോമിങ്, അതായത് ബബിൾ റിമൂവിങ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ എടുക്കേണ്ട കാര്യം പോലും നമുക്ക് വരുന്നില്ല ഇതിൻ്റെ അകത്ത്. അതിൻ്റെ സെറ്റിങ്സ് ആണ്. ഡീഫോമിങ് എടുത്തു. സെറ്റിങ്സ് ഒന്ന് എടുത്തു നോക്കാം നമുക്ക്. 9988 എൻ്റർ. 500 സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നതിൻ്റെ അത്. 500 സെക്കൻഡ് 45 ടെമ്പറേച്ചർ. ഇത് നമുക്ക് വേണമെങ്കിൽ മാനുവലായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കാം. ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. 500 സെക്കൻഡ് ഏകദേശം എടുക്കും. അപ്പോൾ അതുവരെ ഞാൻ വീഡിയോ ഒന്ന് പൗസ് ചെയ്യുകയാണ്. അവസാന സ്റ്റേജ് കാണിക്കാം. ഇതാ ഡീഫോമിങ്ങിൻ്റെ പ്രഷർ എടുത്തിരിക്കുകയാണ്. മാക്സിമത്തിൽ വന്നിരിക്കുകയാണ്. മാക്സിമം അല്ല, അത് ഏകദേശം 0.8 വരെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുൾ ലോക്കഡാണ്. പിന്നെ നമ്മൾ പൊക്കാൻ നോക്കിയാലൊന്നും പൊങ്ങിയൊന്നും വരികയില്ല. ഫുൾ ലോക്കഡാണ് സിസ്റ്റം. ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 8 മിനിറ്റ് 59 സെക്കൻഡാണ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് തുറന്നു നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ കംപ്ലീറ്റ് ബൗളും പോയിരിക്കുകയാണ്. ഞാൻ ഈ ഫിലിം പൊളിച്ച് കാണിച്ചു തരാം. അല്ലേ, ഇത് റിട്ടേൺ കൊടുക്കണേ. ഇതാണ് ഓൾ ഇൻ വൺ ഓപ്ഷൻ. നമുക്ക് ഇത് സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഓൾ ഇൻ ഓപ്ഷനിൽ വെച്ചിട്ട് ഇനി സപ്പോസ് എന്തെങ്കിലും നമ്മളിത് വെച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ ബബിൾ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഡീഫോമിങ്, അതായത് ബബിൾ റിമൂവിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി. ഇപ്പോൾ നേരെ സാധനം പെർഫെക്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിർത്തുകയാണ്. ഇത് IF-06 എന്ന് പറഞ്ഞ മോഡലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കേണ്ടതാണ്.